ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അനുഗ്രഹീതമായൊരു പകൽക്കാലം ദൈവം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പലയിടങ്ങളിൽ പല സാഹചര്യങ്ങൾ, പല അവസ്ഥകളായിരുന്ന നമ്മളെല്ലാം ഒരുമിച്ച് കർത്താവ് തൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതിന് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. ഇന്നേ ദിവസം ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളുടെ മറുപടിയുടെ ദിവസമായിരിക്കും. ദൈവം ഒന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, ദൈവത്തിൽ മുഴുവനുമായി ആശ്രയിക്കുക എന്നുള്ളത് മാത്രം. വേറെ ഒന്നിലും ആകരുത്, നിങ്ങളുടെ സാഹചര്യത്തെ ആകരുത്. ദൈവത്തിൽ പ്രസാദിക്കുക, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക, ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. നിങ്ങളെ ദൈവം വിടുവിക്കും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107-ാം അധ്യായം, അതിൻ്റെ ചില വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 107-ാം സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്ക് പടിഞ്ഞാറ് വടക്കും കടലിലുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അവൻ അങ്ങനെ പറയട്ടെ. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു, പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നും ദാഹിച്ചുമിരുന്നു, അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ആമേൻ. കർത്താവിനെ ആശ്രയിക്കുക, നിങ്ങളെ വിടുവിപ്പാൻ കർത്തൻ ശക്തൻ. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം, നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ഇന്നത്തെ സഭാരാധനയും സമർപ്പിച്ച് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളെ നിത്യം നിരന്തരം സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. നൽകി അനുഗ്രഹിച്ച് ഈ മനോഹരമായ ദിവസത്തിനായി സ്തുതിക്കുന്നു. അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ തക്കം ഞങ്ങളെ നീ സഹായിച്ചല്ലോ, അതിനായി നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ ഭവനത്തിൽ അടിയങ്ങളായിരിക്കുമ്പോൾ പൂർണ്ണ യോഗ്യതയോടെ ആയിരിക്കാൻ തക്കം ഞങ്ങളെ നീ സഹായിക്കണമേ. അവിടുന്ന് അടിയങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഞങ്ങളോട് സംസാരിക്കുന്ന ഓർത്ത് സ്തോത്രം. ഇന്നേ കർത്താവ് ഈ സഭാരാധന അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്താൽ സാമീപ്യത്താൽ നീ നിറയ്ക്കുന്ന ഓർത്ത് നന്ദി കർത്താവേ. കടന്നു വന്ന എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കായി നന്ദി കർത്താവേ. ഓൺലൈനായി ശ്രവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കായി സ്തുതിക്കുന്നു. അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപയ്ക്കുൾ നീ പൊതിയുമാറാകണമേ. വചനമായി നൽകുന്ന ദാസനെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണം, ബലപ്പെടുത്തണം കർത്താവേ. ദാസനിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വാക്കുകളും, ഓരോ വചനവും, ഓരോ ആലോചനകളും അതിൻ്റെ പരിപൂർണതയിൽ തന്നെ കർത്താവ് നിന്റെ ജനങ്ങൾക്ക് ലഭിപ്പാൻ തക്കൊണ്ട് സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം. ഏറ്റെടുക്കുവാൻ തക്കൊണ്ട് സഹായിക്കുന്ന ഓർത്ത് നന്ദി കർത്താവേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. കൊയറിനെയും ഹല്ലേലൂയ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന വ്യക്തി ജീവിതത്തെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുൾ നീ പൊതിയണം, മാനവമോത്തം എടുക്കണം. പരിശുദ്ധിയാത്മാവേ, അവിടുത്തെ പരിപൂർണ നിയന്ത്രണത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോർഡ്, മാനവമോത്തം എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Hallelujah. Praise the Lord. Hallelujah. Amen. 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 Hallelujah. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ആരോഗ്യത്തോട് ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ നമ്മളെ ഓരോരുത്തരെയും ഒരുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്നയ എന്നെ വിട്ടു മാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്നയ എന്നെ വിട്ടു മാറുകില്ല. ഓ എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. ഓ എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്,
എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അമ്മ തൻ ഉദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യതയോടെ വീണ്ടെടുത്തല്ലോ. അമ്മ തൻ ഉദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യതയോടെ വീണ്ടെടുത്തല്ലോ. കരയോളം ചുമക്കാമെന്നാരുളിയോനെ, നിന്നോട് തുല്യനായ ആരുമില്ല. കരയോളം ചുമക്കാമെന്നാരുളിയോനെ, നിന്നോട് തുല്യനായ ആരുമില്ല. ഓ എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അതു മഞ്ഞുപോലെ എന്നെ പൊഴിഞ്ഞു വീഴും, അതു മാറി പോലെ എന്നെ പെയ്തിറങ്ങും. അതു മഞ്ഞുപോലെ എന്നെ പൊഴിഞ്ഞു വീഴും, അതു മാറി പോലെ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. ഓ പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. ഓ എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. ആവിയായിരം എന്നെ തേടി വന്നല്ലോ, അവനെ ചിന്തി വീണ്ടെടുത്തല്ലോ. ആവിയായിരം എന്നെ തേടി വന്നല്ലോ, അവനെ ചിന്തി വീണ്ടെടുത്തല്ലോ. നിത്യതയോളവും നടത്തിടുവാൻ യേശുവേ നീ മാത്രം മതി എനിക്ക്. നിത്യതയോളവും നടത്തിടുവാൻ യേശുവേ നീ മാത്രം മതി എനിക്ക്. ഓ എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, ഓ എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അതു മഞ്ഞുപോലെ എന്നെ പൊഴിഞ്ഞു വീഴും, അതു മാറി പോലെ എന്നെ പെയ്തിറങ്ങും. അതു മഞ്ഞുപോലെ എന്നെ പൊഴിഞ്ഞു വീഴും, അതു മാറി പോലെ എന്നെ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. ഓ പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. ഓ എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, ഓ എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, ഓ എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അതു മഞ്ഞുപോലെ എന്നെ പൊഴിഞ്ഞു വീഴും, അതു മാറി പോലെ എന്നെ പെയ്തിറങ്ങും. അതു മഞ്ഞുപോലെ എന്നെ പൊഴിഞ്ഞു വീഴും, അതു മാറി പോലെ എന്നെ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. 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 പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും ശിഖരമലൗഡ ശിഖശോരുകില്ല. ഓ ശാദ നീഖശാദ ഉസ്താദ നീഖയാദ ദിസ്താദ ലൗഡ ശിഖശോരുകില്ല. ഓ എന്നോടുള്ള നിന്റെ ദയ എത്ര
പോകുന്നു. ചെങ്കടൽ സമമായ ശോധന വന്നാൽ ദൂതന്മാർ നിൻ മുൻപിൽ പോകുന്നു. വിശ്വാസത്തോടെ ആജ്ഞാപിക്കുമ്പോൾ ചെങ്കടൽ പിളർന്നു മാറിടും. വിശ്വാസത്തോടെ ആജ്ഞാപിക്കുമ്പോൾ ചെങ്കടൽ പിളർന്നു മാറിടും. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിനെ ഉള്ളതിലെന്നും പാടാം. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിനെ ഉള്ളതിലെന്നും പാടാം. മതിലും മുന്നിൽ വന്നാലും യേശുവിന്റെ മുൻപിൽ പോകുന്നു. മതിലും മുന്നിൽ വന്നാലും യേശുവിന്റെ മുൻപിൽ പോകുന്നു. കലങ്ങിടാതെ പതറിടാതെ സ്തുതികളാൽ പകർന്നു വീഴും. 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 നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിനെ ഉള്ളതിലെന്നും പാടാം. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിനെ ഉള്ളതിലെന്നും പാടാം. ആത്മാവും തളർന്നിടും വേളയിലും ദേഹം ദേഹി ആത്മാവും തളർന്നിടും വേളയിലും സ്തുതിഗീതങ്ങൾ പാടിടുമ്പോൾ കർത്താവ് ബലം തന്നിടും. സ്തുതിഗീതങ്ങൾ പാടിടുമ്പോൾ കർത്താവ് ബലം തന്നിടും. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിനെ ഉള്ളതിലെന്നും പാടാം. 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 നല്ലവൻ വല്ലവൻ എൻ യേശു നല്ലവൻ, എന്നുമെന്നും മതിയായവൻ. നല്ലവൻ വല്ലവൻ എൻ യേശു നല്ലവൻ, എന്നുമെന്നും മതിയായവൻ. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിനെ ഉള്ളതിലെന്നും പാടാം. 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 ഈശാനമൂലൻ ആടിച്ചുയർന്നു, അഴകു തകർന്നെന്ന് തോന്നിയപ്പോൾ. ഈശാനമൂലൻ ആടിച്ചുയർന്നു, അഴകു തകർന്നെന്ന് തോന്നിയപ്പോൾ. ജയം തന്ന രക്ഷകനെ പാലനമോർന്നു നാം സ്തുതിച്ചിടുക. നോഴിയിൽ ജയം തന്ന രക്ഷകനെ പാലനമോർന്നു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ
rika sikora vaidagam o shalaga raudaga dhalajam o rikasha oravasta shukuri baba o rikasha laga raudaga o stalaga raudaga saudam o shalaga raudaga shandam shura balaudaga dharaga raudam o rikasha laga raudaga o stalaga raudaga dhirasha rikasha laga raudaga o rikasha laga raudaga shira soda kare o shala ro kore o shauda kare o shala re kere o stalaga raudaga shalaga dhuram o rikala vaidaga dhurasha rikala balabala jura banam rikasha laga dhauda o rikasha karam rikala raudaga shalabalam o shalaga raudaga shakora baba hallelujah rikala balabala shakora baba rikashakora baba hallelujah hallelujah Jesus rikala shakora baba rikala shakora balabala shikori baba amen bala shakora baba rikala balabala shakora baba കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടാലും rikala shakora baba അകത്തും പുറത്തുമായി rikala shakora baba hallelujah നിനക്ക് പഴുതില്ലാതിരിക്കുമ്പോഴും rikala shakora baba hallelujah amen bala shikora baba hallelujah rikala shakora baba hallelujah 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 ദാനിയേലിനെ shikora baba hallelujah സിംഹക്കുഴിയിലിട്ടപ്പോൾ rikala shakora baba there was no way out rikala shakora baba hallelujah alabala shikora baba hallelujah amen 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 hallelujah rikala there was no way out hallelujah എല്ലാ തലങ്ങളിലും hallelujah rikala ബന്റെ കഥകളെല്ലാം അടച്ചു കിടക്കുന്നു തോന്നുന്നു ഞങ്ങൾ rikala shakora baba കഷ്ടത്തിന്റെ കോട്ടയിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്നു അകത്തും പുറത്തുമായി rikala shakora bala shakora baba rika shakora bala shikora baba hallelujah സാഹചര്യങ്ങളെ മറികടക്കുവാൻ ശക്തനായ ദൈവം hallelujah rikala shakora baba rikala bala shakora baba hallelujah if you will just let him do it hallelujah rikala shakora baba hallelujah ഈ സമയത്ത് hallelujah എൻ്റെ ജീവിതത്തിൽ hallelujah എനിക്ക് കഷ്ടത അനുഭവപ്പെടുന്നു rikala I don't know how to solve it I am in a position where there is no way out oh Lord Jesus please come and do it Father rikala shakora baba pray along with me hallelujah shakora baba rika shakora la sikori bala rika shakora baba baba rika shakora la shikore hallelujah shakora baba hallelujah നിനക്കല്ലാതെ വേറെ ആർക്കും എൻ്റെ സാഹചര്യത്തിൽ മാറ്റം വരുത്തുവാൻ ശക്തനല്ലോ rikala shakora baba നിനക്ക് മാത്രമേ ഇത് സാധ്യമുള്ളൂ Jesus please come down oh Father Lord Jesus rika shakora baba oh Lord Jesus hallelujah എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ശക്തനായ ദൈവം rikala shakora baba എന്നെ സൗഖ്യമാക്കുന്ന rikala shakora baba shakuri baba oh rikala shakora baba hallelujah rikala bala shakora baba hallelujah rikala shanderiko shakora baba hallelujah സൗഖ്യമാക്കുന്ന rikala shanderiko shakora baba rikala shakora baba hallelujah erabala shanderiko la bala shatorika shakora baba hallelujah സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം amen 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 right now oh Father Lord Jesus hallelujah Jehovah Rapha സൗഖ്യമാക്കുന്ന ദൈവം hallelujah amen by your stripes I am healed oh Father by your stripes my child is healed rikala by shikora baba hallelujah by your stripes my child is healed by your stripes I am healed hallelujah amala shakora baba hallelujah Amashakora baba hallelujah thank you Jesus hallelujah 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 shakora baba rika sakora la shikori baba rika shakora baba hallelujah hallelujah shakora baba rika sakora la shikori hallelujah Jesus rika la shakora baba hallelujah every dryness in your life hallelujah rikala shakora baba hallelujah as you pray now hallelujah every dryness in your life will be removed rikala shakora baba hallelujah and you can see rikala shakora baba rikashakora baba rikashakora sikori rikashakora sakora hallelujah every dryness will leave right now in the mighty name of Jesus hallelujah and rikala shakora baba hallelujah amen
Amen, amen. As the water flows over those dryness, Rikala Shakura Baba, Rikala Shakura Baba. Oh, Varathinmel, Parishuddhatmaavinte Rikala Shakura Balabala, Rikala Balabala Shakura Baba. As the Spirit moves over the waters, Rikala Shakura Baba. Every dryness, everything which is Rikala, which is dry, Rikala Balabala will be blessed and bring forth fruit in the mighty name of Jesus. Hallelujah, hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. നന്ദി കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകൾക്കും നീ മാറ്റം വരുത്തിയതിനായി സ്തോത്രം. നന്ദി, നന്ദി, നന്ദി കർത്താവേ. Thank you, Jesus. Hallelujah, hallelujah, Jesus. Amen, amen, amen. Hallelujah. Yeshu, Yeshu, അവനാരിലും വലിയവൻ യേശു, യേശു, അവനാരിലും വലിയവൻ യേശു, യേശു, അവനാരിലും മതിയായവൻ Yeshu, യേശു, അവനാരിലും വലിയവൻ യേശു, യേശു, അവനാരിലും വലിയവൻ യേശു, യേശു, അവനാരിലും മതിയായവൻ Yeshu, യേശു, അവനാരിലും വലിയവൻ യേശു, യേശു, അവനാരിലും വലിയവൻ യേശു, യേശു, അവനാരിലും മതിയായവൻ ഇരുൾ നമ്മെ മൂടിടുമ്പോൾ ലോകവെളിച്ചമായി അവനണയും രോഗികളായിടുമ്പോൾ സൗഖ്യദായകൻ അവൻ കരുതും. ഇരുൾ നമ്മെ മൂടിടുമ്പോൾ ലോകവെളിച്ചമായി അവനണയും രോഗികളായിടുമ്പോൾ സൗഖ്യദായകൻ അവൻ കരുതും. അവനാലയത്തിൽ സ്വർഗ നന്മകളാൽ, അവനാലയത്തിൽ സ്വർഗ നന്മകളാൽ നമ്മെ നിറച്ചിടും അനുദിനവും, നമ്മെ നിറച്ചിടും അനുദിനവും. ഓ യേശു, യേശു, അവനാരിലും വലിയവൻ യേശു, യേശു, അവനാരിലും വലിയവൻ യേശു, യേശു,
യേശുനാമം 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 വാഴ്ത്തിടാം. അവനാമമേ മധുരമേ അവനാമത്തിൽ സുഖമുണ്ടേ. അവനാമമേ മധുരമേ അവനാമത്തിൽ സുഖമുണ്ടേ. അവനാമമേ മധുരമേ അവനാമത്തിൽ സുഖമുണ്ടേ. യേശുനാമം 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 വാഴ്ത്തിടാം. യേശുനാമം 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 വാഴ്ത്തിടാം. യേശുനാമം 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 വാഴ്ത്തിടാം. യേശുനാമം 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 വാഴ്കവേ. യേശുനാമം 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 വാഴ്കവേ. യേശുനാമം ശിഖോരസെഖോ യേശുനാമം 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 വാഴ്കവേ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ആരാധനകൾക്കായി സ്തുതിക്കുന്ന കർത്താവേ, ആരാധനമേൽ വസിക്കുന്നതിനായുള്ളവേ, അപ്പോൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടികൾ ആരാധനയോടെ കടന്നു വരും. അവിടുത്തെ ഇതിന്മേൽ പ്രസാദിക്കുന്ന ഓർത്ത് നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പകൽക്കാലം ദൈവം നിങ്ങളെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സാഹചര്യമല്ല നിങ്ങൾ പ്രൊണൗൺസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ അവസ്ഥകളല്ല നിങ്ങൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾ പ്രൊണൗൺസ് ചെയ്യുക. യേശുവിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക. സാഹചര്യങ്ങൾ പലതായിക്കോട്ടെ, അവസ്ഥകൾ പലതായിക്കോട്ടെ, നടക്കുന്നത് ഈ ലോകത്ത് നടക്കുന്നത് എന്തുമായിക്കോട്ടെ, യേശുവിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് നന്ദി കരയറ്റുക. യേശുവിൻ്റെ വിശ്വസ്തത നിങ്ങളുടെ ജീവിതത്തിൽ ഡിക്ലെയർ ചെയ്യുക. കഴിഞ്ഞ നാളുകൾ ചെയ്തത് ഓർമ്മയില്ലേ, അത് നിങ്ങൾ ഓർത്ത് ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നിടത്ത് കരങ്ങളിലേക്ക് അടികൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ രക്തക്കൊട്ടവളപ്പ് ഞങ്ങളെ മറയ്ക്കുന്നതിനായി നന്ദി. ഇനിയുള്ള നേരവും നിമിഷവും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വിശേഷാൽ കർത്താവേ, നിന്റെ വചനമായി നൽകുന്ന ദാസനെ ഓർത്ത് ഒരിക്കൽ കൂടി താഴ്ച സമർപ്പിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ബലപ്പെടുത്താൻ കർത്താവേ കൃപകളിൽ പൊതിയണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടി ഇന്ന് ഈ ചർച്ച് സർവീസിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ, ഹാളിൽ അറ്റൻഡ് ചെയ്യുന്നവർ, ദൂരത്തായിരിക്കുന്നവർ, ചാരത്തായിരിക്കുന്നവർ എല്ലാവരും ദൈവസന്നിധിയിൽ നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമ്മൾക്കെല്ലാവർക്കും നമ്മളുടെ വേദപുസ്തകം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് തിരിക്കാം. മത്തായി 8-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 1 to 4. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു.
അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആർ യു ഹാപ്പി? യു ആർ ഇൻ ഗോഡ്സ് ഹൗസ് ദിസ് ആഫ്റ്റർനൂൺ. ദൈവസന്നിധിയിലായിരിക്കുന്നത് നിങ്ങൾ സന്തോഷവാരായിരിക്കുന്നോ? ആമേൻ. ഇവിടെ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായമാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ തുടക്കം മുതൽ നോക്കിയാൽ നമ്മൾക്ക് കാണുവാൻ കഴിയും 4-ാം അധ്യായമാകുമ്പോൾ യേശുവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. യേശു ഗലീലിയയിൽ നിന്ന് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. യേശു ആദ്യമേ പ്രസംഗിച്ചു തുടങ്ങി, മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന്. യേശു എവിടെയൊക്കെ വന്നുവോ അവിടെയൊക്കെയും ആൾക്കാരോട് പ്രസംഗിച്ചത് ആദ്യമേ എന്തുവാണ്? മാനസാന്തരപ്പെടുവീൻ. ഇന്നും യേശു നമ്മളോട് ഓരോരുത്തരോടും ആദ്യമേ പറയുന്ന കാര്യം അതാണ്. എന്താണ്? മാനസാന്തരപ്പെടുവീൻ. ഈ മാനസാന്തരം എന്ന് പറയുമ്പോൾ ദൈവമക്കൾക്ക്, പ്രത്യേകിച്ച് വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നവർക്കൊരു ചിന്തയുണ്ട്, അത് ഞാൻ ഒരിക്കൽ മാനസാന്തരപ്പെട്ടത് അത് മതി. അങ്ങനെയല്ല. നമ്മൾ ഓരോ ദിവസവും മാനസാന്തരത്തോടെ ജീവിക്കേണ്ടവരാണ്. അങ്ങനെയാകുമ്പോൾ സ്വർഗരാജ്യം നമുക്ക് ഏറ്റവും സമീപമായിരിക്കും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം യഥാർത്ഥമായിട്ട് അനുഭവിക്കുവാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഓരോ നിമിഷവും മാനസാന്തരപ്പെട്ട് ജീവിക്കുക. എപ്പോഴും ദൈവമേ, ഞാൻ അങ്ങയെ വേദനിപ്പിച്ചോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എന്നോട് ക്ഷമിക്കണമേ എന്നുള്ളൊരു മനോഭാവത്തോടെ ദൈവം മുൻപാകെ ജീവിക്കുക. അതാണ് യേശു ആദ്യമായിട്ട് പറഞ്ഞത്, മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപമായിരിക്കുന്നുവെന്ന്. പിന്നെ യേശു മുൻപോട്ട് പോകുമ്പോൾ തൻ്റെ ചില ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ആ ഗലീലിയ കടലിൻ്റെ തീരത്തൊക്കെയും യേശു നടന്നു പോകുമ്പോൾ അവിടെ ശീമോനെയും അന്ത്രയോസിനെയും അതുപോലെ യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെയും യേശു തൻ്റെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തു. ഇവർ മുക്കുവന്മാരായിരുന്നു, സാധാരണക്കാരായിരുന്നു. യേശു അവരുടെയൊക്കെ വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മനസ്സിലാക്കുക, ഇന്ന് വരെ മീൻ പിടിക്കാൻ മാത്രം അറിയാവുന്നവർക്ക് യേശു അവരെ വിളിച്ചു പറയുകയാണ്, എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അവർക്ക് ജീവിതത്തെപ്പറ്റി ഒരു പുതിയ വീക്ഷണവും, അവർക്ക് സ്വർഗത്തെപ്പറ്റി ഒരു പുതിയ വീക്ഷണവും, ജീവിതത്തിലൊരു പുതിയ ലക്ഷ്യവും യേശു കൊടുക്കുകയായിരുന്നു. വെറും മുക്കുവരായിട്ട് മീൻ മാത്രം പിടിച്ച് നടന്നവരോട് പറയുകയാണ്, എന്നോടുകൂടെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. സാധാരണക്കാർ അസാധാരണമായ പ്രവൃത്തി ചെയ്യുവാനായിട്ട് യേശു അവരെ വിളിക്കുകയാണ്. അതാണ് വേറൊരു കാര്യം സംഭവിക്കുന്നത്. യേശുവിനോടുകൂടെ നമ്മൾ ചേരുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ, ഇതുവരെ സാധാരണമായിട്ട് നമ്മൾ ജീവിച്ചിരുന്നിടത്ത് അസാധാരണമായ കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങും. യേശു അവർക്ക് അതാണ് കൊടുത്തത്. അവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം കൊടുത്തു. എന്താണ്? ഇന്ന് മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഹല്ലേലൂയ. ഒരു സ്വർഗീയ വീക്ഷണവും കൊടുത്തു. അവർക്ക് കാണുവാൻ മനസ്സിലാക്കുവാനുള്ള ആ ഒരു കഴിവിനെ കൊടുത്തു. എന്താണ്? ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല, സ്വർഗീയമായിട്ട് ഒരു വീക്ഷണം നമുക്കുണ്ടാവണം. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോഴും സ്വർഗീയമായിട്ട് നമുക്കൊരു വീക്ഷണം ഉണ്ടാകണമെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ യേശു പള്ളികളിലൊക്കെയും ചെന്ന് അവിടെ ഉപദേശിക്കുകയും സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. അനേകർ സൗഖ്യം ലഭിച്ചു. യേശു അനേകരെ സൗഖ്യമാക്കി. അങ്ങനെ വളരെ പുരുഷാരം യേശുവിനെ പിന്തുടരുവാൻ തുടങ്ങി. അങ്ങനെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. 5-ന്റെ 1-ാം വാക്യം, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചു തുടങ്ങി. അനേകർ യേശുവിനെ പിന്തുടരുകയാണ്. യേശു ഒരു മലമേൽ കയറിയിരുന്നു. അനേകർ യേശുവിൻ്റെ ചുറ്റുമിരുന്നു. യേശു അവരോട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ മത്തായിയുടെ 5 മുതൽ 7 വരെ നമ്മൾ കാണുന്നത് ഇറ്റ് ഈസ് എ sermon ഓൺ ദ മൗണ്ട്. മലയാളത്തിൽ ഗിരിപ്രഭാഷണം എന്ന് പറയും. യേശു അവിടെ തന്നോട് ചുറ്റും വന്നവർക്കെല്ലാവർക്കും യേശു പുതിയ നിയമത്തിൻ്റെ സത്യങ്ങളെ പ്രസ്താവിക്കുകയായിരുന്നു. മനസ്സിലാക്കുക, ഒരു മലയിൽ വെച്ചാണ് ദൈവം തൻ്റെ ന്യായപ്രമാണവും 10 കൽപ്പനയും ഒക്കെയും മോശയ്ക്ക്
നൽകിയത്. മോശ എന്നിട്ട് ഇസ്രായേൽ മക്കൾക്ക് അത് നൽകി. അതുപോലെ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു മലയിൽ കയറിയിരുന്നു കൊണ്ട് പുതിയ നിയമത്തിൻ്റെ സത്യങ്ങളെ തന്നെ കേൾക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. പഴയ നിയമത്തിൻ്റെ സമയം കഴിഞ്ഞു, ന്യായപ്രമാണത്തിൻ്റെ സമയം കഴിഞ്ഞു, കൃപയുടെ സമയം വന്നിരിക്കുകയാണ്. യേശു പുതിയ നിയമത്തെ തന്നെ കേൾക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. മോശയേക്കാൾ വലിയവനായവൻ, മോശയിൽ കൂടി ദൈവം തൻ്റെ ന്യായപ്രമാണവും 10 കൽപ്പനകളും എല്ലാം തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തി. യേശുവിൽ കൂടി, അതായത് മോശയെക്കാളിലും വലിയവനായവൻ യേശുവിൽ കൂടി ദൈവത്തിൻ്റെ കൃപയെ പ്രസ്താവിക്കുകയായിരുന്നു. ഒരു പുതിയ നിയമത്തെ യേശു പ്രസ്താവിക്കുകയായിരുന്നു. 5 മുതൽ 7 വരെയൊക്കെ വായിക്കുമ്പോൾ അതാണ് നാം മനസ്സിലാക്കുന്നത്. യേശുവിനെ കേട്ടവരൊക്കെ അതിശയിച്ചു. കാരണം യേശു അധികാരത്തോടെയാണ് സംസാരിച്ചത്. യേശുവിൻ്റെ സംസാരം കേട്ടപ്പോൾ അധികാരത്തോടെ സംസാരിക്കുന്നവനെയാണ് കണ്ടത്. അതാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 28-ാം വാക്യം 28ഉം 29ഉം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. യേശു അധികാരത്തോടെയാണ് ഓരോ കാര്യങ്ങളും പ്രസ്താവിച്ചത്. പുതിയ നിയമത്തെ അവർക്ക് പ്രസ്താവിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ കൃപയെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് യേശു മലയിൽ നിന്ന് താഴോട്ടിറങ്ങി വരുമ്പോൾ വളരെ പുരുഷാരം, 8-ാം അധ്യായം 1-ാം വാക്യം, വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ യേശുവിനെ ഇവർ എന്തിനായിരിക്കും പിന്തുടർന്നത്? എന്തിനായിരിക്കും? ചിലർ യേശുവിൻ്റെ വാക്കുകൾ കേട്ട്, ആ വാക്ക് ജീവൻ നൽകുന്ന വാക്കുകളാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാക്കുകളാണ്. ആ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കും തോറും എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു ധൈര്യം ലഭിക്കുകയാണ്, ഉറപ്പ് ലഭിക്കുകയാണ്. എന്നെ കഴുകി വെടിപ്പാക്കുന്ന വാക്കുകളാണ്. എനിക്ക് ജീവിതത്തിന് മുൻപോട്ട് പോകുവാനൊരു പ്രത്യാശ തരുന്ന വാക്കുകളാണ്. അവർ അതിനായിട്ട് പിന്തുടർന്നുണ്ടാവാം. മറ്റു ചിലർ ചിലപ്പോൾ സൗഖ്യത്തിനായിട്ടായിരിക്കാം യേശുവിനെ പിന്തുടർന്നത്. അവരുടെ ജീവിതത്തിൽ സൗഖ്യം ആവശ്യമാണ്. ശാരീരികമായിട്ടുള്ള സൗഖ്യങ്ങൾ, ഭവനത്തിലെ ജീവിതത്തിലുള്ള സൗഖ്യം, കുടുംബജീവിതത്തിൽ സൗഖ്യം ആവശ്യമായിട്ടുണ്ടാവാം. അങ്ങനെ പലരും യേശുവിനെ പിന്തുടർന്നു. അതുപോലെ മറ്റു ചിലർ ഒരു അത്ഭുതത്തിനായിട്ട് പിന്തുടർന്നിട്ടുണ്ടാവാം. അപ്പോൾ വലിയൊരു പുരുഷാരം യേശുവിനെ പിന്തുടർന്നു എന്നാണ് പറയുന്നത്. ദൈവവൈതലെ പലരും യേശുവിൻ്റെ അടുക്കൽ പല ആവശ്യങ്ങൾക്കായിട്ട് വരും. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പോടെ ആയിരിക്കാം, യേശുവിലേക്ക് വരുന്ന ആരെയും യേശു തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് എന്തിനു തന്നെ യേശുവിൻ്റെ അടുക്കൽ വന്നുവോ, യേശു നിങ്ങളെ ഒരു നാളും തള്ളിക്കളയുകയില്ല. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം പറയുന്നത്. ഇവിടെ പറയുന്നു, യേശു പറയുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. ഈ ലോകം നിന്നെ തള്ളിക്കളയുമായിരിക്കാം. ഈ ലോകത്തിലേക്ക് നീ തിരിയുമ്പോൾ, ഈ ലോകത്തിലെ പല വ്യക്തികളും ഇതുവരെയും വളരെ അടുത്ത് നടന്നവർ, നീ എക്സ്പെക്റ്റ് ചെയ്തു അവർ നിന്നെ സഹായിക്കുമെന്ന്, അവർ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ നീ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു നിന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നീ ഏതൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിലും നീ വിചാരിക്കുമായിരിക്കാം, ഈ ലോകത്തിൻ്റെ ദ സിസ്റ്റം ഹാസ് ഡിനൈഡ് മീ മൈ റൈറ്റ്. ഈ ലോകത്തിൻ്റെ രീതികൾ, ദ ഡിമാൻഡ്സ് ഓഫ് ദിസ് വേൾഡ് ഹാസ് പുൾഡ് മീ ഡൗൺ. ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നീ യേശുവിൻ്റെ അടുത്ത് വരുന്നുവെങ്കിൽ യേശു നിന്നെ തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിലെപ്പോഴും നിരാശകൾ വരും, ഈ ലോകത്തിലെപ്പോഴും ഡിസപ്പോയിൻമെൻറ്റ്സ് വരും. ബട്ട് ജീസസ് വിൽ നെവർ ഡിസപ്പോയിൻറ്റ് യു. ഹല്ലേലൂയ. ഇവിടെ യേശുവിൻ്റെ അടുത്തേക്ക് ഇവിടെ വളരെ വലിയൊരു പുരുഷാരം യേശുവിനെ പിന്തുടർന്നു. മനസ്സിലാക്കുക, ഈ പുരുഷാരമെല്ലാം യേശുവിനോട് കൂടെ നടക്കുന്നത് അവരുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് യേശുവിൽ നിന്ന് പ്രാപിക്കുവാനായിരുന്നു. നിങ്ങൾക്കിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ടാകാം. നിങ്ങൾക്കത് പ്രാപിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, യേശുവിനോടുകൂടെ പറ്റിച്ചേർന്ന് അവനെ പിന്തുടർന്ന് നടക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. എന്താവശ്യം തന്നെ ആയിക്കൊള്ളട്ടെ, അത് യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ഇവർ മുൻപോട്ട് പോകുമ്പോൾ വചനം പറയുന്നു, ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്നു. മനസ്സിലാക്കുക, എന്താണ് പറയുന്നത്? ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, യേശുവിൻ്റെ ചുറ്റും ജനം തിങ്ങിക്കൂടിയിരിക്കുകയാണ്. ഇവർ യേശുവിനെ പിന്തുടർന്ന് നടക്കുകയാണ്. യേശു മുമ്പോട്ട് പോവുകയാണ്.
അപ്പോൾ ഒരു കുഷ്ഠരോഗി ഇവിടേക്ക് വരികയാണ്. ഇന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മളെ തന്നെ ആ സ്ഥലത്തൊന്ന് വെച്ച് നോക്കിയേ. ഒരു കുഷ്ഠരോഗിൻ്റെ ഇടയ്ക്കോട്ട് വന്നാൽ എല്ലാവരും ഈ ചിന്നി ചെതറി ഓടും, അല്ലയോ? കുഷ്ഠരോഗി വന്നിരിക്കുന്നു, അയ്യോ ഇവൻ്റെ അടുത്ത് നിന്ന് നമ്മൾ മാറണം. മനസ്സിലാക്കുക, ഒരു കുഷ്ഠരോഗമെന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട, ഏറ്റവും നിന്ദിക്കപ്പെടുന്ന, ഏറ്റവും എല്ലാവരും തള്ളിക്കളയുന്ന ഒരവസ്ഥയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കാം. എല്ലാവരും തള്ളിക്കളയപ്പെട്ട്, ആരും സഹായിക്കാനില്ലാതെ, ഏകരായിട്ട്, ഒരു 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 പ്രത്യാശയുമില്ലാത്തൊരവസ്ഥയിലായിരിക്കാം. എന്നാൽ ഇവിടെ പറയുന്നു, ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ 13 ലെവിറ്റിക്കസ് 13:45 and 46 ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ന്യായപ്രമാണത്തിൽ ഒരു കുഷ്ഠരോഗി, ഒരു മനുഷ്യന് കുഷ്ഠം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് മോശ കൽപ്പിച്ചിരുന്നു. മനസ്സിലാക്കുക, സാധാരണമായിട്ട് ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അവനെല്ലാവരും ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, ഫാമിലി ഉണ്ടായിരിക്കാം, റിലേറ്റീവ്സ് ഉണ്ടായിരിക്കാം, ചർച്ചക്കാരുണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ ഇവന് കുഷ്ഠം വന്നിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ജീവിതം കഴിഞ്ഞു. വചനം എന്താണ് പറയുന്നത് ഇവിടെ? വടുവുള്ള കുഷ്ഠരോഗി, 45-46 വാക്യങ്ങൾ, ലെവിറ്റിക്കസ് 13 ലേവ്യ പുസ്തകം 13:45-46 ഇങ്ങനെ പറയുന്നു: വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം. ഒരുത്തിന് കുഷ്ഠം വന്നാൽ എന്ത് ചെയ്യണം? ആദ്യമേ ഇവൻ്റെ വസ്ത്രം മുഴുവൻ കീറിക്കളയണം. സാധാരണക്കാരെ പോലല്ല ഇവൻ ഇനി മുതൽ നടക്കുന്നത് വസ്ത്രം കീറിക്കൊണ്ടായിരിക്കണം. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ആരെങ്കിലും കീറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുമോ? അവിടെ ഇവിടെ എങ്ങാനും ഒരു ചെറിയൊരു കീറലുണ്ടേടി, എത്ര എളുപ്പമൊന്ന് തയ്ച്ചതാ, വീട്ടിൽ സോയിങ് മെഷീൻ എല്ലായിടത്തും തയ്യല്ലേ. ഇവിടെ അങ്ങനെയല്ല, ഇത് എല്ലാം കീറിക്കളഞ്ഞ് അങ്ങനെയാണ് ഈ നടക്കേണ്ടത്. ഒന്ന്, അവൻ്റെ തല മൂടാതിരിക്കണം, അതായത് എല്ലാവരും അവനെ കാണണം കുഷ്ഠരോഗിയായിട്ട്. അവൻ അധരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. മനസ്സിലാക്കുക, അവൻ ആൾക്കാരുടെ അടുത്ത് വരുമ്പോൾ ദൂരേന്നേ, എന്തിനാണ്? ആരും ഇവനെ തൊടാൻ പാടില്ല, എല്ലാവരും അറിയണം ഇങ്ങനെ ഒരുത്തൻ വരുന്നുണ്ട്. അപ്പം ദൂരേന്നേ ഇവൻ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം അശുദ്ധൻ അശുദ്ധൻ എന്ന്. അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം, അവൻ അശുദ്ധൻ തന്നെ, അവൻ തനിച്ച് പാർക്കണം, അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്ത് ആയിരിക്കണം. മനസ്സിലാക്കിക്ക്, ഒരു കുഷ്ഠം വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമേ സോഷ്യൽ ഐസൊലേഷൻ, അതായത് ഇന്ന് വരെ ഒരു ഫാമിലിയോട് കൂടെ താമസിച്ചിരുന്ന ആൾ സഡൻലി ഇനി ഫാമിലിയുമില്ല, ഫ്രണ്ട്സുമില്ല, ഭാര്യയുമില്ല, ഭർത്താവുമില്ല, കുഞ്ഞുങ്ങളും ഒന്നുമില്ല, നിന്നെ നേരെ ഇവരുടെ എല്ലാം മധ്യത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. ദൈവ പൈതലേ, നമ്മളും ചിലപ്പോൾ അങ്ങനത്തെയൊക്കെ അവസ്ഥയിൽ കൂടെ കടന്നു പോകും. നമുക്ക് ഏറ്റവും അടുത്തവരെന്ന് വിചാരിക്കുന്നവർ ആരും കാണത്തില്ല. ഇവിടെ പറയുന്നത് അവൻ തനിച്ച് പാർക്കണം, അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. He has to live alone. He has to live outside the camp. Are you feeling lonely in life today? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ ഏകനാണ്, ഞാൻ ഏകയാണ്, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എനിക്ക് ആരോട് സംസാരിക്കാൻ പറ്റത്തില്ല എൻ്റെ ഒരു വിഷയത്തെപ്പറ്റി, എൻ്റെ അവസ്ഥയെപ്പറ്റി? ജീസസ് നോസ് യു. യേശു നിങ്ങളെ അറിയുന്നു, നിൻ്റെ അവസ്ഥയെ അറിയുന്നു. ഇവിടെ പറയുന്നു അവൻ തനിച്ച് പാർക്കണം, അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. ശരിക്കും എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട്, എല്ലാവരാലും പുറന്തള്ളപ്പെട്ട് ഒരു ഏകാന്തമായ ജീവിതമാണ്. എ ലൈഫ് ഓഫ് റിജക്ഷൻ, എ ലൈഫ് ഓഫ് ലോൺലിനെസ്. മേ ബി യു ആർ ഇൻ ദാറ്റ് പ്ലേസ് ടുഡേ, ബട്ട് ജീസസ് സീസ് യു. ഇവിടെ പറയുന്നു കുഷ്ഠരോഗി ആണെങ്കിൽ ആദ്യമേ അവൻ ഏകനായിട്ട് ജീവിക്കണം, പാളയത്തിന് പുറത്തായിരിക്കണം. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്? എല്ലാവരും കാണത്തക്ക രീതിയിൽ അവൻ്റെ നടക്കണം. എല്ലാവരും കാണത്തക്ക രീതിയിൽ തുണിയെല്ലാം കീറി, അവൻ്റെ തല മൂടാതിരിക്കണം, അവൻ്റെ അധരം മൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അതായത് നാണക്കേട് നിറഞ്ഞൊരു ജീവിതം. കീറിയ തുണി, തല വ്യക്തമായിട്ട് കാണണം എല്ലാവരും, എന്നാൽ അവൻ അധരം മൂടാതിരിക്കുകയും ചെയ്യണം. അതായത് എല്ലാവരും ഇവൻ്റെ അവസ്ഥയെ കാണണം. അതായത് എവിടെയെങ്കിലും മുഴുവൻ തുണി കീറി പറഞ്ഞൊരുത്തൻ നടക്കുന്നുണ്ടെങ്കിൽ അവൻ കുഷ്ഠരോഗിയാണ്. ആരെങ്കിലും അങ്ങനെ നടക്കേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും നാണക്കേടിൻ്റെ ഒരു നടപ്പ് നടക്കേണ്ടി വന്നിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ?
പണ്ട് കാലത്ത് റാഗിങ് ഉണ്ടായിരുന്നു കേട്ടോ. കോളേജുകളിലൊക്കെ, എൻജിനീയറിങ് കോളേജിലൊക്കെ നല്ല റാഗിങ്. ഇന്നൊന്നും അങ്ങനെയൊന്നും ഇല്ല. ചില പിള്ളേർക്കൊന്നും അറിയത്തില്ല, മക്കൾ അതിനെപ്പറ്റി തിരക്കുകയും വേണ്ട, ഗൂഗിളും ചെയ്യണ്ട. ആ റാഗിങ് സമയത്തൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സ്ഥലത്ത് റാഗിങ് എങ്ങനെയാണെന്നറിയാമോ? ആദ്യമേ തലമുടി പറ്റടിക്കണം. അതായത് പിടിച്ചാൽ കിട്ടരുത്, മുട്ടയല്ല, എന്നാൽ പിടിച്ചാൽ കിട്ടരുത്, അത്ര ഒരു ലെവലിലെ തലമുടി കാണാവും. അതിൻ്റെ അർത്ഥം എന്താണ്? എന്നും കണ്ണാടി നോക്കുമ്പോൾ ഒന്നുമില്ല തലയിൽ, ആകെപ്പാടെ ഇങ്ങനെ ഇച്ചിരി അത്രയും വരെ പറ്റയായിട്ട് വെട്ടണം. എന്നിട്ട് പാൻറ്റ് താഴെ വരെ മുട്ടുന്നൊരു പാൻ്റ് ആയിരിക്കില്ല, ചെറിയ ഒരു പാൻ്റ് ആയിരിക്കണം. അതായത് എന്നെക്കാളും നീളം കുറഞ്ഞൊരു പാൻ്റ് ആയിരിക്കണം. ചെരുപ്പ് റബ്ബർ സ്ലിപ്പർ, ഏറ്റവും മോശമായിട്ടുള്ള ഈ വള്ളി സ്ലിപ്പർ ഇടണം. ഉടുപ്പ് ഒന്ന് ഫുൾ സ്ലീവും സ്മാർട്ടൊന്നും ആയിരിക്കരുത്, ഒരു കുട്ടി ഉടുപ്പ് ഇടണം. ഇപ്പോൾ ഇവനെ കണ്ടാലേ അറിയാം, ഇവൻ നടന്നു വരുന്ന കാണുമ്പോഴേ അറിയാം ഫ്രഷിയാണെന്ന്. അപ്പം പോകുന്നവനെല്ലാം ഇവനെ തല്ലാം, റാഗ് ചെയ്യാം, എന്തും ചെയ്യാം. ഒന്ന് ഓർത്ത് നോക്കിയാൽ എന്തൊരവസ്ഥയാണെന്ന്. അതിനേക്കാളും ദയനീയമായിരുന്നു ഈ പാവത്തിൻ്റെ അവസ്ഥ. മനസ്സിലാക്കുക, യഥാർത്ഥമായിട്ടൊരു നാണക്കേടിൻ്റെ ഒരു ജീവിതമായിരുന്നു, ലൈഫ് ഫിൽഡ് വിത്ത് ഷെയിം. ഒന്ന് ഓർത്ത് നോക്കിക്കുക, അങ്ങനെ ഒരു നടപ്പ് നമ്മൾ നടക്കേണ്ടി വന്നാൽ നമ്മളുടെ ഉള്ളിൽ കൂടെ എന്തൊക്കെയായിരിക്കും പോകുന്നത്. അത് 1-2 ദിവസമല്ല, കുറച്ച് മാസം ഇങ്ങനെയാണ്. ഈ മനുഷ്യൻ എത്ര വർഷം ഇങ്ങനെ നടന്നിട്ടുണ്ടാവും? ഓരോ പ്രാവശ്യവും ഇവൻ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഇവൻ്റെ നാണക്കേട് നിറഞ്ഞ ജീവിതമാണ്. ഈവൻ യു മേ ബി തിങ്കിങ്, മൈ ലൈഫ് ഇസ് ഫിൽഡ് വിത്ത് ഷെയിം ലോർഡ്. എൻ്റെ ജീവിതത്തിൽ നാണക്കേടേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ എല്ലാവരും എനിക്ക് എല്ലാവർക്കും കാണാൻ നാണക്കേടേ ഉള്ളൂ. എ ലൈഫ് ഫിൽഡ് വിത്ത് ഷെയിം. ബട്ട് ജീസസ് സീസ് യു ജസ്റ്റ് ആസ് യു ആർ. അടുത്തതായിട്ട് ഇവിടെ പറയുന്നു, അവൻ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, അവൻ പ്രസ്താവിച്ചുകൊണ്ടേയിരിക്കണം. എന്താണ്? അശുദ്ധൻ, അശുദ്ധൻ എന്ന്. അതായത് ഓരോ വ്യക്തി ഇവൻ്റെ അടുത്തോട്ട് വരുമ്പോഴും ആ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇവൻ എന്താണ് വിളിച്ച് പറയുന്നത്? ഞാൻ അശുദ്ധൻ, ഞാൻ അശുദ്ധൻ. ഒന്ന് ചിന്തിച്ച് നോക്കി, അങ്ങനെ ഒരു വ്യക്തി വിളിച്ച് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തായിരിക്കും അവൻ്റെ ചിന്ത പോകുന്നത്? അവൻ്റെ ഉള്ള കോൺഫിഡൻസും ഹോപ്പും എല്ലാം പോകത്തില്ലേ? ഇന്ന് നമ്മൾ ആരെങ്കിലും നമ്മളെപ്പറ്റി മോശമായിട്ടുള്ളത് വിളിച്ച് പറയുമോ? ഞാൻ പൊട്ടൻ, ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ, ആരെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുമോ? ഇല്ല. പക്ഷേ ഈ വ്യക്തി പറഞ്ഞുകൊണ്ട് നടക്കണം, അശുദ്ധൻ, അശുദ്ധൻ. അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള എല്ലാ കോൺഫിഡൻസും പോവാണ്. ഒരു മനോധൈര്യവുമില്ല, ഒരു പ്രത്യാശയുമില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അശുദ്ധൻ, അശുദ്ധൻ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇതാണ് യഥാർത്ഥമായിട്ട് ന്യായപ്രമാണത്തിൽ പറയുന്നത്, ഒരു കുഷ്ഠരോഗി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. എന്നാൽ ഈ ദിവസം ഇവിടെ പറയുന്നു, ഇവൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. ഇവൻ എങ്ങനെ വന്നു? ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഇവൻ യേശുവിൻ്റെ അടുത്തിൽ എങ്ങനെ വന്നു? എങ്ങനെ വന്നു? അവൻ്റെ ഉള്ളിൽ അവനൊരു ഉറപ്പുണ്ടായി. ഹല്ലേലൂയ. അവൻ്റെ ഉള്ളിൽ അവൻ നിശ്ചയിച്ചു. അവനെ ലോകം ചിലപ്പോൾ കല്ലെറിയുമായിരിക്കാം, കാരണം അവനങ്ങനെ വരരുത്. സമൂഹം പറയും ഇവൻ ഈ ഏരിയയിലെ വരരുത്. പക്ഷെ അവനൊരു തീരുമാനമെടുത്തു, എൻ്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും തള്ളി മാറ്റി ഞാൻ ഇന്ന് എന്നെ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയായ എൻ്റെ രക്ഷകൻ്റെ അടുത്തേക്ക് എത്തും. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിൻ്റെ ജീവിതത്തിൽ എന്ത് തടസ്സങ്ങളാണുള്ളത്? നീ പറയുമായിരിക്കാം, അനേക തടസ്സങ്ങളുണ്ട്. എനിക്ക് ലഭിക്കേണ്ട അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ഇന്നെൻ്റെ മുൻപിൽ ഞാൻ കാണുന്ന അനേക തടസ്സങ്ങളാണ്. ഈ ലോകം നിന്നോട് പറയുമായിരിക്കാം, നിനക്കത് ലഭിക്കുവാൻ പോകുന്നില്ല എന്ന്. ഈ ലോകം പറയുമായിരിക്കാം, നീ ഒരു രീതിയിലും അതിനർഹനല്ല എന്ന്. പക്ഷെ ഇവൻ ആ ദിവസം, ഈ കുഷ്ഠരോഗി യഥാർത്ഥമായിട്ട് യേശുവിനെ അന്വേഷിക്കുകയായിരുന്നു, യഥാർത്ഥമായിട്ട് യേശുവിലേക്ക് തിരിയുകയായിരുന്നു. തന്നെ രക്ഷിക്കാൻ കഴിയുന്നവനിലേക്ക് അവൻ വിളിച്ചപേക്ഷിക്കുകയായിരുന്നു. ആ ഒരു വരവായിരുന്നു അവൻ്റേത്. സങ്കീർത്തനം 145 18-19 വാക്യങ്ങൾ പറയുന്നു. Psalm 145, 18 and 19. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. അവൻ്റെ ഉള്ളിലൊരു നിലവിളിയായിരുന്നു, എന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് ഞാൻ വരികയാണ്. എല്ലാ തടസ്സങ്ങളെയും തള്ളി മാറ്റി എന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഏക വ്യക്തി ആരാണ്? അവനിലേക്ക് ഞാൻ തിരിയുകയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. സമൂഹം പറഞ്ഞു ഇനി നിനക്കൊരു നന്മയും വരാൻ പോകുന്നില്ല. സമൂഹത്തിന് എന്നെ സഹായിക്കാൻ താല്പര്യമില്ല. സമൂഹത്തിന് എനിക്കായിട്ട് ഒന്നും ചെയ്തു തരുവാൻ താല്പര്യവുമില്ല. എന്നാൽ ഇന്ന് അവൻ ചെയ്യുന്നത് എന്താണ്? യേശുവിലേക്ക് അവൻ തിരിയുകയാണ്. യഥാർത്ഥമായിട്ട് നിങ്ങൾ യേശുവിനെ വിളിച്ച് അപേക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ രക്ഷ യേശുവിൽ നിന്ന് തന്നെ വരും. ഇവിടെ പറയുന്നത് യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. The Lord is near to all who call on him in truth. Are you calling on him in truth? അതോ പലരെയും വിളിക്കുന്നതിൻ്റെ കൂടെ കർത്താവിനെ ഒന്ന് വിളിച്ചേക്കുക? അതല്ല. He should be the only person you call upon. അങ്ങനെയെങ്കിൽ ദൈവം നിനക്ക് സമീപസ്ഥൻ തന്നെ. നിനക്കായിട്ട് ആവശ്യമുള്ളത് ചെയ്തു തരുവാൻ അവൻ താല്പര്യമുള്ളവൻ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇവൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ഇവൻ എന്താണ് ചെയ്തത്? 2-ാം വാക്യം. ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. He came and worshipped Jesus. അവൻ യേശുവിനെ വന്ന് നമസ്കരിച്ചു. He knelt down in front of Jesus and worshipped him. അവൻ എന്താണ് അവിടെ ചെയ്തത്? അവൻ യേശുവിനെ അവൻ്റെ കർത്താവായിട്ട് നമസ്കരിക്കുകയായിരുന്നു. അവൻ തൻ്റെ ജീവിതം യേശുവിനെ സമർപ്പിക്കുകയായിരുന്നു. അവൻ യേശുവിനെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അവൻ്റെ ജീവിതം എങ്ങനെയാണോ അത് യേശുവിൻ്റെ പാദപീഠത്തിങ്കിൽ വെക്കുകയായിരുന്നു അവൻ ചെയ്തത്. അവൻ യേശുവിനെ നമസ്കരിച്ചു എന്നാണ് വചനം പറയുന്നത്. എന്നിട്ട് അവനെ യേശുവിനെ നമസ്കരിച്ചിട്ട് യേശുവിനോട് പറയുവാണ്, കർത്താവേ. എന്താണ് യേശുവിനെ വിളിക്കുന്നത്? കർത്താവേ, ലോർഡ്. യേശുവിൻ്റെ കർത്തൃത്വം അവൻ സ്വീകരിക്കുകയായിരുന്നു അവൻ്റെ ജീവിതത്തിൽ. യു ആർ മൈ ലോർഡ്. അങ്ങ് എൻ്റെ കർത്താവാണ്. യു ആർ മൈ മാസ്റ്റർ. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഒന്നും തരാനില്ല കർത്താവേ, ഞാൻ കുഷ്ഠരോഗിയാണ്, എനിക്കൊന്നുമില്ല. എന്നാൽ ഞാൻ എങ്ങനെയാണോ അത് ഞാൻ അങ്ങേക്ക് തരികയാണ്. അവൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എന്തായിരുന്നു പറയുന്നത്? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ആർക്കും എന്നെ സഹായിക്കാൻ മനസ്സില്ല, ആർക്കും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ മനസ്സില്ല. എന്നാൽ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ഇതുവരെ ആരെയും കണ്ടില്ല കർത്താവേ, ആരെയും കണ്ടില്ല എന്നെ സഹായിക്കാൻ മനസ്സുള്ളവർ, ആരെയും കണ്ടില്ല എന്നോടൊരു താല്പര്യമുള്ളവർ, ആരെയും കണ്ടില്ല കർത്താവേ. ആർക്കും മനസ്സില്ല ദൈവമേ. എന്നോടൊന്ന് മുഖത്തോട്ട് നോക്കാൻ പോലും മനസ്സില്ല. എനിക്ക് ചില സമയം തരാൻ പോലും മനസ്സില്ല. എൻ്റെ ഫോൺ എടുക്കാൻ പോലും മനസ്സില്ല കർത്താവേ. എന്നാൽ അങ്ങയ്ക്ക് അതെന്താണ് പറയുന്നത്? നിനക്ക് മനസ്സുണ്ടെങ്കിൽ, if it is your will, if you are willing Lord, you can make me clean. അത് വിശ്വാസമാണ് അവൻ പറഞ്ഞത്. തൻ്റെ വിശ്വാസമാണ് അവൻ പ്രസ്താവിച്ചത്. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അവനെ കൈവിട്ടപ്പോൾ അവൻ യേശുവിലേക്ക് തിരിഞ്ഞു. യേശുവിനോട് പറഞ്ഞു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. ഇന്ന് എൻ്റെ ഈ അവസ്ഥ, എല്ലാവരും എന്നെ കൈവിടിഞ്ഞ അവസ്ഥയാണ്, ആരും എന്നെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അങ്ങനെ തള്ളിക്കളയുന്നില്ല. അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ സൗഖ്യത്തിൻ്റെ ദിവസമാകും, ഇന്ന് എൻ്റെ വിടുതലിൻ്റെ ദിവസമാകും. യേശു അവനെ നോക്കി, ഫിൽഡ് വിത്ത് കമ്പാഷൻ, കരുണയോടെ സ്നേഹത്തോടെ യേശു അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ജീസസ് ഈസ് ലുക്കിംഗ് അറ്റ് യു വിത്ത് കമ്പാഷൻ. അനേക നാളുകളായിട്ട് നിന്നെ ആരും ഒരു കമ്പാഷനോടെ ഒരു വാക്കോ ഒരു നോട്ടമോ ആരിൽ നിന്നും ലഭിച്ചിട്ടില്ലായിരിക്കാം. ബട്ട് ടുഡേ ജീസസ് ലുക്സ് അറ്റ് യു വിത്ത് കമ്പാഷൻ ആൻഡ് സേസ്, ഐ ആം വില്ലിംഗ്. ഹല്ലേലൂയ. എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്. അവിടെ പറയുന്നത് എന്താണ്? അവൻ കൈ നീട്ടി അവനെ തൊട്ടു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. He was filled with compassion for him. He was filled with compassion for that leper. And he reached out his hand and touched him. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, യേശുവിൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ യേശു എന്തിനാണ് അവനെ തൊട്ടതെന്നറിയാമോ? ഇതുവരെ ന്യായപ്രമാണം അല്ലെങ്കിൽ ലോകത്തിൻ്റെ രീതി പറഞ്ഞു, ഇവൻ അശുദ്ധൻ, ഇവനെ ആരും തൊടരുത്. പക്ഷേ കൃപ അവനെ തൊട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. God is reaching out to you today. ഹല്ലേലൂയ. യേശു അവനെ തൊടുമ്പോൾ എന്താണ് യേശു ചെയ്യുന്നത്? യേശു അവൻ ഏറ്റവും സമീപസ്ഥനെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. സങ്കീർത്തനം 46-ന്റെ 1-ാം വാക്യം, Psalm
46 verse 1 വചനം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ കരം നീട്ടി അവനെ തൊടുമ്പോൾ, ചിലപ്പോൾ വചനം പറയുന്നതനുസരിച്ച് അവന്റെ കൈ, യേശുവിന്റെ കൈ കണ്ടെങ്കിൽ അവൻ ചിലപ്പം കണ്ടു കാണാം. യെശയ്യാവ് 49 15 വാക്യം 16 വാക്യം, യു ആർ എൻഗ്രേവ്ഡ് ഓൺ ദ പാം ഓഫ് മൈ ഹാൻഡ്. ഹല്ലേലൂയ. എല്ലാവരും അവനെ മറന്നപ്പോൾ അവന്റെ രക്ഷകന്റെ കരം അവനെ തൊട്ടു. എന്താണ് ആ കരം പറഞ്ഞത്? യു ആർ എൻഗ്രേവ്ഡ് ഓൺ ദ പാം ഓഫ് മൈ ഹാൻഡ്. എൻഗ്രേവിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്നല്ലേ? ചുമ്മാ എഴുത്തല്ല. ഇറ്റ് ഈസ് കാർവ്ഡ് ഔട്ട് ദേർ. കഴുകിക്കളഞ്ഞാൽ അങ്ങ് പോകത്തൊന്നുമില്ല. യു ആർ എൻഗ്രേവ്ഡ് ഓൺ ദ പാം ഓഫ് യുവർ സേവിയേഴ്സ് ഹാൻഡ്. ഹി വിൽ നോട്ട് ഫർഗെറ്റ് യു. ഇവിടെ എന്താണ് വചനം പറയുന്നത്? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്റെ പേര് അവന്റെ കയ്യിൽ കരകളിലുണ്ട്, എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ മറക്കുകയില്ല യേശു. ജീസസ് റീച്ച്ഡ് ഔട്ട് ആൻഡ് ടച്ച്ഡ് ഹിം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ കടലിന്റെ ഏറ്റവും ആഴത്തിൽ പോയി ഇരുന്നാലും അവിടെയും നിന്റെ കരം എന്നെ തേടിയെത്തും, നിന്റെ കരം എന്നെ പിടിക്കും. സങ്കീർത്തനം 139 പറയുന്നത്, ഇവൻ ലോകത്തിന്റെ ഏറ്റവും അറ്റത്തിരിക്കുകയായിരുന്നു, അവിടെയും യേശുവിന്റെ കരം അവന്റെ അടുത്തേക്ക് എത്തി. ഇന്ന് ദൈവ പൈതലേ, നീ എവിടെയാണെങ്കിലും നിന്റെ രക്ഷകന്റെ കരം നിന്നിലേക്ക് എത്തുകയാണ്. അവൻ നിന്നെ പിടിക്കുകയാണ്, അവൻ നിന്നെ തൊടുകയാണ്. ലോകം മുഴുവൻ പറഞ്ഞു കാണുമായിരിക്കാം, നിന്നെ തൊടരുത്, നീ അശുദ്ധനാണ്, നിന്നെ ലോകം എഴുതി തള്ളിയിട്ടുണ്ടായിരിക്കാം. അവിടെയും യേശുവിന്റെ കരം നിന്നിലേക്ക് എത്തി നിന്നെ ഇന്ന് പിടിക്കുകയാണ്. ഹല്ലേലൂയ. ജീസസ് റീച്ച്ഡ് ഔട്ട് ആൻഡ് ടച്ച്ഡ് ഹിം. ഒന്നോർത്തേക്ക്, when would have been the last time someone touched him? ആരും തൊടാത്ത ഒരു വ്യക്തി ഒരു തൊടലിനായിട്ട് ദാഹിക്കും. അറിയാമോ? ആരും തൊടാത്ത ഒരു വ്യക്തി ഒരു തലോടലിനായിട്ട് കേണപേക്ഷിക്കും, ആഗ്രഹിക്കും. അവൻ ആ സ്പർശനം അവന്റെ ജീവിതത്തിൽ അവനെ മാറ്റിയ, അവന്റെ ഏറ്റവും അനുഗ്രഹം പ്രാപിച്ച ഒരു സ്പർശനമായിരുന്നു. ടുഡേ ജീസസ് വിൽ റീച്ച് ഔട്ട് ആൻഡ് ടച്ച് യു. വിൽ യു കം ടു ഹിം? ഇന്ന് നിങ്ങൾ യഥാർത്ഥമായിട്ട് യേശുവിലേക്ക് തിരിയുന്നുവെങ്കിൽ യേശു നിങ്ങളെ സ്പർശിക്കും. എന്നിട്ട് അവനെ തൊട്ടിട്ട് യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. യേശു ഇന്ന് നിന്നോട് പറയുന്നു, ദൈവ പൈതലേ, ഞാൻ നിന്നെ തൊടുക മാത്രമല്ല, ഞാൻ നിന്നെ എന്നോട് ചേർത്ത് പിടിക്കുകയാണ്. ആൻഡ് ഐ എം ടെല്ലിങ് യു, ഐ എം വില്ലിങ്. ഹല്ലേലൂയ. എനിക്ക് മനസ്സുണ്ട് ഇന്ന് നിന്നെ വിടുവിക്കുവാൻ. എനിക്ക് മനസ്സുണ്ട് ഇന്ന് നിന്നെ സൗഖ്യമാക്കുവാൻ. എനിക്ക് മനസ്സുണ്ട് നിനക്ക് ആവശ്യമായിട്ടുള്ള അത്ഭുതം നിനക്ക് ചെയ്തു തരുവാൻ. എനിക്ക് മനസ്സുണ്ട് നിനക്കൊരു പുതിയ ഭാവി തരുവാൻ. എനിക്ക് മനസ്സുണ്ട് നിനക്കൊരു പുതിയ വഴി തുറന്നു തരുവാൻ. Will you come to Jesus today? Will you turn to Jesus today? Will you look to him alone today? യേശുവിലേക്ക് മാത്രം നോക്കുക, ഇനി ആരിലേക്കും തിരിയരുത്. നീ അനേക കാലം നിന്റെ ഉറപ്പും നിന്റെ കോൺഫിഡൻസും വ്യക്തികളിൽ വെച്ചു. യേശു ഇന്ന് പറയുകയാണ്, ഇന്ന് നീ എന്നിലേക്ക് തിരിയുമ്പോൾ ദൈവ പൈതലേ, എൻ്റെ കരം നിന്നിലേക്ക് വന്ന് നിന്നെ സ്പർശിക്കുകയാണ്. Your trust should not be in any man nor anything. Your trust should be only in the living God, and he will open a door for you. An unseen door will be opened for you. You will think, how will it happen? Nothing is impossible with God. Hallelujah. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ദൈവ പൈതലേ, യേശു അവനെ തൊട്ടിട്ട് പറയുകയാണ്, be clean. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. എന്താണ് പറയുന്നത്? നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ. ഈ നിമിഷം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ അശുദ്ധിയും മാറിപ്പോകട്ടെ. ഇതുവരെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ബന്ധനങ്ങളിൽ നിന്നെല്ലാം പുറത്തു വന്നാട്ടെ. ഇതുവരെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തോൽവികളിൽ നിന്നെല്ലാം പുറത്തു വന്നാട്ടെ. ഇതുവരെ നിന്റെ ജീവിതത്തിൽ എന്ത് നിന്നെ പുറത്തോട്ട് വലിച്ചു നിന്നോ അതിൽ നിന്നെല്ലാം ഇന്ന് വിമുക്തനായാട്ടെ. ഹല്ലേലൂയ. ജീസസ് touches you and says, be clean, be delivered, be made new. നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ദൈവം നിനക്ക് സൃഷ്ടിച്ചു നൽകുകയാണ്. ദൈവ പൈതലേ, God is calling into existence that which does not exist. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവമാണ്. If you will come to him in true prayer and calling and dependence upon him, Jesus will do it for you.
He will call into existence that which does not exist. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കും. പുതിയതായിട്ടുള്ളത് ദൈവം നിനക്ക് സൃഷ്ടിക്കും. നീ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ഉടനെ കുഷ്ഠം മാറി അവന് ശുദ്ധമായി. ഇവിടെ പറയുന്നത് എന്താണ്? ഉടനെ. പറഞ്ഞാട്ടെ, ഉടനെ. യേശുവിന്റെ സ്പർശനം ലഭിച്ച നിമിഷം കുഷ്ഠം മാറി. He was instantly healed. God's deliverance, God's miracle in your life will be instant the moment Jesus touches you. ഈ കുഷ്ഠരോഗിയെ പോലെ നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വരുന്നുവെങ്കിൽ, ഇവനെ പോലെ യേശുവിലേക്ക് തിരിയുന്നുവെങ്കിൽ, തടസ്സങ്ങൾ ഉണ്ടാവാം, പ്രയാസങ്ങൾ ഉണ്ടാവാം, നിന്റെ മധ്യേ നിനക്കും ദൈവത്തിനും മധ്യേ ചില വ്യക്തികൾ നിൽക്കുന്നുണ്ടാവാം. എന്നാൽ അതിന്റെ ഒക്കെ മധ്യത്തിൽ കൂടി ഇന്ന് നീ മുൻപോട്ട് വന്ന് ഇനി ഭയപ്പെടാതെ, ഭയന്നകന്ന് നിൽക്കാതെ, അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും ഒരിക്കലുമില്ല, നിനക്ക് സംഭവിക്കത്തില്ല ദൈവ പൈതലേ. നീ മുൻപോട്ട് വിശ്വാസത്തോടെ നീങ്ങുന്നുണ്ടെങ്കിൽ നിന്റെ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നത് നിനക്ക് കാണുവാൻ കഴിയും. God will do it for you if you step forward in faith. Hallelujah. നീ നടക്കുന്നില്ല എങ്കിൽ, നീ മുൻപോട്ട് പോകുന്നില്ല എങ്കിൽ നിനക്കത് കാണിക്കുവാൻ സാധിക്കുകയുമില്ല, സാധ്യമാകുകയുമില്ല. But if you step forward in faith, you will see the Red Sea parted for you by the mighty hand of God. Hallelujah. Hallelujah. ഇവൻ യേശുവിന്റെ അടുക്കൽ വന്നതുകൊണ്ട് ഇവൻ അനുഗ്രഹം പ്രാപിച്ചു. ഇവൻ ആ കുഷ്ഠന്മാരുടെ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നെങ്കിൽ ഒരിക്കലും ഇവൻ അനുഗ്രഹം പ്രാപിക്കുകയില്ലായിരുന്നു. എല്ലാ തടസ്സങ്ങളെയും തള്ളി മാറ്റി അവൻ കർത്താവിന്റെ അടുത്തേക്ക് വന്നു. അവൻ യേശുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്തു. യേശു അവനോട് പറഞ്ഞു, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കാം എന്ന് പറഞ്ഞു. ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ 14-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെ വായിച്ചാൽ, ഒരു കുഷ്ഠരോഗി സൗഖ്യമാകുമ്പോൾ അവൻ പോയിട്ട് പുരോഹിതന്റെ അടുക്കൽ ചെന്ന് പുരോഹിതൻ അവനെ പരിശോധിക്കും. അതാണ് ന്യായപ്രമാണം. പുരോഹിതൻ പരിശോധിച്ച് ഇവൻ സൗഖ്യമായെന്ന് പറഞ്ഞാൽ മാത്രമേ ഇനിയും സമൂഹത്തിലേക്ക് അവൻ അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് തിരിച്ചു വരുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. യേശു എന്താണ് പറഞ്ഞത്? നോക്കൂ, ആരോടും പറയരുത്. നീ മറ്റാരോടും പറയണ്ട. അവർക്ക് സാക്ഷ്യത്തിനായി, ആർക്ക്? പുരോഹിതന്, അല്ലെങ്കിൽ നിന്നെ ഈ സമൂഹത്തിലേക്ക് തിരിച്ച് അക്സെപ്റ്റ് ചെയ്യേണ്ടത് ആരാണോ തീരുമാനം എടുക്കേണ്ടത്, അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്താണ് യേശു പറയുന്നത്? ന്യായപ്രമാണത്തോട് ചെന്ന് പറഞ്ഞാട്ടെ, കൃപ നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. Go and tell law that the grace has saved you. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഓരോ ദൈവമക്കളും ഇന്ന് കർത്താവിന്റെ കൃപയിലേക്ക് വരിക. Come into the Lord's grace today. Hallelujah. The law of Moses said he is a leper. The law of Moses threw him out, but the grace of God brought him back. Hallelujah. യേശു പറഞ്ഞത് അതാണ്, ന്യായപ്രമാണത്തോട് ചെന്ന് പറഞ്ഞാട്ടെ, കൃപ നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന്. ഇന്ന് ദൈവ പൈതലേ, ഈ ലോകത്തിന്റെ പല കാര്യങ്ങളും നിനക്ക് വാതിലടച്ചിട്ടുണ്ടാവാം. എന്നാൽ യേശു എന്ന് പറയുന്നു, വിശ്വാസത്തോടെ മുൻപോട്ട് പോയാട്ടെ, കൃപ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. Hallelujah. My grace is sufficient for you. എൻ്റെ കൃപ നിനക്ക് മതി. നിനക്ക് ആവശ്യമായിട്ടുള്ള നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു തരും. Hallelujah. 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 ദൈവം മുൻപാകെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കുമ്പോൾ വിശ്വാസത്തോടെ ഈ വ്യക്തി യേശു ക്രിസ്തുവിനെ നമസ്കരിച്ചതുപോലെ, യേശുവിനെ ആരാധിച്ചതുപോലെ പറയാം, കർത്താവേ, അങ്ങയ്ക്ക് ഹിതമെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ അനുഗ്രഹിക്കുവാൻ കഴിയും, എന്നെ വിടുവിക്കുവാൻ കഴിയും, എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും, എനിക്കായിട്ട് പുതുവാതിൽ തുറക്കുവാൻ കഴിയും, എനിക്കായിട്ട് പുതുവഴി ഒരുക്കുവാൻ കഴിയും. നമുക്ക് ദൈവത്തെ ആരാധിക്കാം, യേശുവിനെ ആരാധിക്കാം, എൻ്റെ ഏകരക്ഷകനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൈ വില്ലിംഗ് സേവിയർ, എൻ്റെ മനസ്സുള്ള രക്ഷകൻ, എൻ്റെ മനസ്സുള്ള കർത്താവ്. യേശു അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ സൗഖ്യം പ്രാപിക്കുക. ജീസസ് മൈ വില്ലിംഗ് സേവിയർ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ന്യായപ്രമാണത്തോട് ചെന്ന് പറഞ്ഞാട്ടെ, കൃപ നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. നമുക്ക് ദൈവത്തെ ആരാധിക്കാം, യേശുവിനെ ആരാധിക്കാം. യേശു
യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ അവനാരിലും മതിയായവൻ Thank you, Lord. Thank you, Jesus. Hallelujah. Hallelujah. നമ്മുടെ ശബ്ദങ്ങൾ ഉയർത്തി നമുക്ക് പറയാം, യേശുവേ അങ്ങാരിലും മതിയായവൻ. ഹല്ലേലൂയ. അങ്ങയുടെ ജീവിതത്തിൽ വലിയവൻ, അങ്ങാരിലും മതിയായവൻ. കർത്താവേ, അങ്ങയുടെ ജീവിതത്തിൽ വലിയവൻ, അങ്ങയുടെ കർത്താവ്, അങ്ങാരിലും എനിക്ക് മതിയായവൻ. പറഞ്ഞാട്ടെ, യേശുവേ അങ്ങ് വലിയവൻ, അങ്ങാരിലും മതിയായവൻ, അങ്ങ് വലിയവൻ, അങ്ങാരിലും മതിയായവൻ, അങ്ങ് വലിയവൻ, അങ്ങാരിലും മതിയായവൻ, അങ്ങ് വലിയവൻ, അങ്ങാരിലും മതിയായവൻ. Jesus is bigger than your problems. He is more than enough for you. പറഞ്ഞാട്ടെ, യേശുവേ അങ്ങ് വലിയവൻ, അങ്ങാരിലും മതിയായവൻ. യേശുവേ അങ്ങ് വലിയവൻ, അങ്ങാരിലും മതിയായവൻ. He is more than enough for you. Hallelujah. 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 ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവമേ, ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവേ ഇന്ന് അങ്ങയോട്, അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ, അങ്ങയുടെ വചനം കേൾക്കുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ ഉറപ്പ് ലഭിക്കുവാൻ, ഞങ്ങളുടെ സൗഖ്യം വന്നിരിക്കുന്നു, ഞങ്ങളുടെ വിടുതൽ വന്നിരിക്കുന്നു, ഞങ്ങൾക്കൊരു പുതുവാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ അത്ഭുതം ഞങ്ങൾക്ക് ഏറ്റവും സമീപമായിരിക്കുന്നു എന്ന് ഉറപ്പ് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും ഈ വചനത്തിന് കേട്ടതുപോലെ കർത്താവേ ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയവൻ, അങ്ങ് ഞങ്ങൾക്ക് ആരിലും മതിയായവൻ കർത്താവേ. കർത്താവെ, ഈ ലോകമെല്ലാം ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും അങ്ങ് ഞങ്ങളെ തള്ളിക്കളയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങിലേക്ക് വരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും യഥാർത്ഥമായിട്ട് സത്യത്തോടെ അങ്ങിലേക്ക് തിരിയുന്നവർക്കായിട്ട് അങ്ങ് ഇന്ന് ആവശ്യമായിട്ടുള്ളത് ചെയ്തു കൊടുക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ വിശ്വാസമാണ് കർത്താവേ. ആ കുഷ്ഠരോഗി പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുന്നു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും കർത്താവേ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ വെക്കുന്നു, അങ്ങയെ നമസ്കരിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് വരണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുവരെ കർത്താവേ ഞങ്ങൾ പലപ്പോഴും പല കാര്യങ്ങൾ തടസ്സമാക്കി വെച്ചു. എന്നാൽ ഇതെല്ലാം മാറ്റി കർത്താവേ ഞങ്ങളെ അങ്ങേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങ് വരണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് കർത്താവേ എല്ലാ കാര്യങ്ങളിലും കർത്താവേ അങ്ങ് തന്നെ കർത്താവാകണമേ. ഇൻ എവറി പ്ലേസ് ഓഫ് അവർ ലൈഫ് മേ യു ബി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും കർത്താവേ ഞങ്ങൾ അങ്ങേ കർത്താവ് എന്ന് വിളിച്ചുവെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഞങ്ങൾ അങ്ങേക്ക് കർത്തൃത്വം തന്നില്ല. We did not give you lordship over many areas in our life. Jesus, today we are giving you lordship over everything. Hallelujah. കർത്താവേ അങ്ങ് വരണമേ. കർത്താവേ അങ്ങനെ സ്പർശിക്കണമേ. കർത്താവേ അങ്ങയുടെ കരം എന്നിലേക്ക് നീട്ടണമേ. The arm of the Lord is not too short to save. Hallelujah. വചനം പറയുന്നു, the arm of the Lord is not too short to save, nor his ears too dull to hear. Hallelujah. യേശുവിന്റെ കരം ചെറുതായി പോയിട്ടില്ല. നിനക്കായിട്ട് ആവശ്യമുള്ളത് ചെയ്യുവാൻ അവന്റെ കരത്തിൽ കഴിയും ദൈവ പൈതലേ. His arm is able to do for you what is needed in your life. Don't lose hope. You might have tried.
But you might be standing in that place where you have lost hope. Jesus is telling you today, don't lose hope. Hallelujah. യേശുവിൽ പ്രത്യാശ വെക്കുക, യേശുവിൽ വിശ്വാസം വെക്കുക. താങ്ക് യു ലോർഡ്. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങിൽ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം, അങ്ങിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ ദൈവമേ. അവിടുന്ന് ഞങ്ങൾക്കായിട്ട് ചെയ്തു തരുന്നതിനായിട്ട് സ്തോത്രം. ഓരോ ആവശ്യത്തിന്റെ സ്ഥലങ്ങളിലും കർത്താവേ അങ്ങ് ഞങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ ദൈവമക്കളും കർത്താവേ, ഇന്ന് ഞങ്ങൾ സഭയായിട്ട്, വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് തന്നെ കർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്കായിട്ട് ആവശ്യമുള്ളത് അങ്ങയുടെ ഹിതത്തിനനുസരിച്ചുള്ളത്, അങ്ങയുടെ മനസ്സിനനുസരിച്ചുള്ളത് കർത്താവേ ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ പുകഴ്ചയും അങ്ങയ്ക്ക് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ.